ഹലോ വാട്സപ്പ് ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് എക്സാംസിൻ്റെയൊക്കെ തിരക്കിലാകുമെന്ന്. അത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാൻ കഴിയാത്തത്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ആൻറ്റീക്ക് മോഡൽ, ഒരു വിന്യാർഡിൻ്റെ മോഡൽ ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ കാർഡ്ബോർഡ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ കുപ്പീനെ ഒരു പ്രൈമറി കളർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് തന്നെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കും. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസസ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ കുപ്പിയുടെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വരും. ഇതിൻ്റെ ടോപ്പ് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിസൈനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ബാരലാണ് നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ കുപ്പിയുടെ മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് നമുക്കിങ്ങനത്തെ കാർഡ്ബോർഡ് പീസസ് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കുപ്പിയുടെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഹൈറ്റ്. നിങ്ങൾ എടുക്കുന്ന കുപ്പിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കുപ്പി ഫുള്ളും ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, ഇത് ഫുള്ളും ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കുപ്പിയുടെ ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനത്തെ ഒരു പീസ് റൗണ്ട് ചെയ്ത് ഒട്ടിക്കണം. മാത്രമല്ല അതിൻ്റെ കുപ്പിയുടെ മുകളിലൂടെയും, അതായത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അതിൻ്റെ താഴത്തായിട്ട് ഒട്ടിക്കണം. പിന്നെ കുപ്പിയുടെ മിഡിലും കൂടി ഒന്ന് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്കിതിന് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ പെയിൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നത് ബ്രൗൺ ആണ്. ബ്രൗണും റെഡും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വയലറ്റ് ഉണ്ടെങ്കിൽ വയലറ്റ് അടിക്കാവുന്നതാണ്. അപ്പോൾ ബ്രൗൺ ആണെങ്കിൽ ബ്രൗണും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ളൊരു തുണി എടുത്താണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രഷ് ഇട്ടും നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് മാത്രം നമ്മൾ ബ്രൗൺ കൊണ്ട് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഈ ബാരൽ മാത്രം കുപ്പിയുടെ ടോപ്പ് പോർഷൻ അവിടെ വിട്ടിരിക്കുക. ഇപ്പോഴും അത് വൈറ്റായിട്ട് തന്നെ വിട്ടിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, അത് ഫിനിഷ് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ. ഒരു ബ്രൗൺ കളർ ഫുള്ളും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ബാരൽ മുഴുവനായിട്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ കാണാം ഞാനത് ഫുൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷനും ഞാനൊരു ലൈറ്റ് ബ്രൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് റെഡ് പെയിൻറ്റ് എടുക്കാവുന്നതാണ്. റെഡിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് അതിൻ്റെ പുറത്ത് കൂടി ഒന്ന് അടിക്കാവുന്നതാണ് നമുക്ക്. ഇവിടെ റെഡ് പെയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രഷ് കൊണ്ട് തന്നെ ഞാനിത് അല്പം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെ കിട്ടും. പെയിൻ്റ് അടിക്കുന്നെങ്കിലും അല്പം ലൈറ്റായിട്ട് അടിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി ഈ റെഡും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബാരലിൻ്റെ കളറിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ ഞാൻ നമ്മുടെ ബാരലിൻ്റെ നട്ടും ബോൾസും എന്ന രീതിയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പ്. അപ്പോൾ നിങ്ങൾക്കിത് പരിപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തും വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഗ്രേപ്സും ലീവ്സും ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഗ്രേപ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ലീവ്സും പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ റോൾ ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന ഈ ഫോട്ടോ ഉപയോഗിച്ച് ലീവ്സും റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ മോഡലിംഗ് ഉപയോഗിച്ചും ഇതിലേക്ക് ഗ്രേപ്സും ലീവ്സും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ റോൾസ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ പേപ്പറിൽ റൗണ്ടായിട്ട് റോൾ ചെയ്തിട്ട് അതിൽ ഒരു പർപ്പിൾ കളർ അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ പുറത്ത് ഒരു ഗ്രേപ്സിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അതിനുള്ള എളുപ്പ വഴിയെന്ന് പറയുമ്പോൾ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ആദ്യം ഒരെണ്ണം ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ 2 എണ്ണം,
പിന്നെ 3, 4 അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രേപ്സിൻ്റെ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഗ്രേപ്സിൻ്റെ മോഡൽ. പിന്നെ ഞാൻ നമ്മുടെ ആ ബോൾസിന് ഒരു ഓറഞ്ച് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിനൊരു ആകർഷകമാക്കുകയാണ്. പിന്നെ ബാരൽ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡും കൂടി ഔട്ട്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ മെറ്റാലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷെയ്ഡും കൊടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിത് ലീവ്സിനെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് 2 തരത്തിലുള്ളത് ആവശ്യമുണ്ട്. വലുതും ഇതിൻ്റെ ചെറിയ സൈസും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒട്ടിക്കാവുന്നതാണ്. നമ്മൾ ഗ്രേപ്സിൻ്റെ മുകളിൽ തന്നെ ഒട്ടിക്കാൻ പോവുകയാണ് ആദ്യത്തേത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് സൈസ് ലീഫ്. ഇത് അതിനേക്കാളും ചെറിയ സൈസാണ്. നമുക്കിതിൽ ഗ്രേപ്സിൻ്റെ വള്ളികളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ എൻസിൽ നമുക്ക് ഈ കൊച്ചിലകൾ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വള്ളികൾ. ഇത് നിങ്ങൾക്ക് കളർ ചരട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരടെടുത്ത് അതിൽ ഗ്രീൻ കളർ അടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ വള്ളികളും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആഡ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ആയ മോഡൽ. ഞാൻ വലിയ ഇലകൾ ഗ്രേപ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഇല നിങ്ങൾക്ക് കാണാം. ഞാൻ ആ വള്ളികൾ പറഞ്ഞതുപോലെ ആ വള്ളികൾ ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡിലാണ് കൊച്ചിലകൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളൊന്നും വീഡിയോ ഇടാതിരിക്കുമ്പോൾ നിങ്ങളാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കളയരുത്.
ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വളരെ ആൻറ്റീക്ക് മോഡലായ ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.